തികച്ചും വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ജീവിത സാഹചര്യങ്ങളെ കോർത്തിണക്കിയ വലിയൊരു സമൂഹമാണ് ഭാരതം. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ മനോഹരമായ സങ്കല്പത്തിനപ്പുറം ഇല്ലായ്മയുടെയും ദുരിതങ്ങളുടേതുമായ വലിയൊരു വൈവിധ്യം കൂടി ഈ നാട്ടിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കന്യാകുമാരി മുതൽ കശ്മീർ വരെ 29 സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന ഏറെ ഗ്രാമാന്തരീക്ഷങ്ങളിലും നമുക്ക് ദർശിക്കാൻ കഴിയുക വിജ്ഞാനത്തിൻ്റെയും പ്രാഥമിക സൗകര്യങ്ങളുടെയും ഒന്നും വാതായനങ്ങൾ ഇനിയും തുറക്കപ്പെടാത്ത ഒരു ഭാരതത്തെയാണ്. ഇത്തരം ഉൾപ്രദേശങ്ങളിലും മനുഷ്യവാസമുള്ള വനപ്രദേശങ്ങളിലുമെല്ലാം സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശാന്തിദൂതുമായി ഏറെ മിഷൻ പ്രവർത്തകർ കാലങ്ങളായി കടന്നു ചെല്ലുന്നു. ആതുര ശുശ്രൂഷയും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് മിഷണറിമാർ ഇന്ന് ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ഇത്തരം അവികസിത മേഖലകളിലുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15. ക്രിസ്തുവിൻ്റെ ഈ സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പാത പിന്തുടർന്ന് സ്നേഹം പങ്കുവയ്ക്കുവാനും കരയുന്നവരുടെ കണ്ണീരൊപ്പാനും അവരോരോരുത്തരും ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലെ പ്രത്യേക സ്ഥിതിവിശേഷങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നെങ്കിലും തദ്ദേശവാസികൾ ചിലപ്പോഴെങ്കിലും ഈ മിഷണറിമാരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ അവർ നൽകുന്ന സേവനങ്ങൾക്കും സ്നേഹത്തിനും വേണ്ട പരിഗണന നൽകുകയോ ചെയ്യാറില്ല. എന്നു മാത്രമല്ല, തെറ്റിദ്ധാരണകൾക്കും അതുവഴി ഏറെ പ്രശ്നങ്ങൾക്കും പോലും കാരണമാകുന്നു എന്ന തിരിച്ചറിവ് ഫാദർ ജിയോ ജോർജ് എന്ന തിരുവചന സഭയുടെ മിഷൻ വൈദികനെ വ്യത്യസ്തമായി ചിന്തിപ്പിച്ചു. 90കളിൽ ഒരു കാട്ടിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് മിഷണറി ജീവിതം തുടങ്ങിയത്. ഞാനൊരു ചെറിയൊരു കുടിലായിരുന്നു എൻ്റെ ആരാധനാലയവും മിഷനും എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്ത് ആദിവാസികൾ ഉണ്ടാക്കി തന്ന ഒരു കുഞ്ഞു കുടിൽ. അപ്പോൾ അവിടെ ജന്മികളും അതുപോലെയുള്ള മറ്റ് ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നു, ഇയാളും ഒരു വിദേശിയാണ്, അതുകൊണ്ട് ഇവിടുന്ന് വിട്ടുപോകണം. സിസ്റ്റർ റാണിമരിയ കൊല ചെയ്യപ്പെട്ട ആ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. അപ്പോഴും കുറേ നാട്ടുകാരിങ്ങനെ പറഞ്ഞു, കുറേ ശത്രുക്കളായിട്ടുള്ളവർ, ഇവനെ ഇവിടുന്ന്, ഈ ആശ്രമം ഇവിടുന്ന് പൊളിക്കണം, കാരണം ഇവരെല്ലാവരും വിദേശ ശക്തികളാണ്, നമ്മുടെ നാട്ടിന് വേണ്ടി ജീവിക്കുന്നവരല്ല. വളരെ കുറച്ച് പേര് ഇതുപോലെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഇതുപോലെയുള്ള പൊലഭ്യം പറയുന്നത്, ആ ശബ്ദകോലാഹലവും ബഹളമാണ് ഇന്ന് ലോകത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന പല ലഹളകൾക്കും കൊള്ളിവയ്പ്പിനും അതുപോലെയുള്ള നമ്മുടെ സമുദായത്തിലെ ആൾക്കാരെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോഴും എല്ലാം ഇത് എനിക്ക് തോന്നുന്നത് ഒരു തലം വരെ ഈ ഒരു അറിവില്ലായ്മയുടെ അജ്ഞതയുടെയും ഒരു പടം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന വടക്കേ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും അറിയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ആരാണ്, ഞാനെന്ന ഭാരതീയൻ, ഞാനെന്ന ക്രിസ്ത്യാനി, ഇവ തമ്മിൽ ഒരു പൊരുത്തക്കേട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം അത്രയും വലിയ ഒരു അസ്തിത്വത്തിൽ നിന്ന് നമ്മുടെ ഈ നശ്വരമായ അസ്തിത്വത്തിലേക്ക് വന്ന് എന്നെയും നാം ഓരോരുത്തരെയും നിങ്ങളെയും ദൈവം ആരാണ് എന്നുള്ള ആ ഒരു അർത്ഥവും വ്യാപ്തിയും അറിയിക്കേണ്ടതിനാണ് മനുഷ്യനായത്. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുറേ ഓർമ്മകൾ, നമുക്കുള്ള കുറേ അറിവുകൾ, അത് നമുക്കുള്ള കുറേ ബിംബങ്ങൾ, പടങ്ങളും അതുപോലെയുള്ള ചലച്ചിത്രങ്ങൾ, കേട്ടറിവുകൾ, കഥകൾ, അപ്പോൾ ഇവയിലെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, യഥാർത്ഥമായിട്ട് ഒരു വിശ്വാസിക്ക് യേശുക്രിസ്തു എന്നുള്ളത് ഇതുപോലുള്ള കുറേ ബിംബങ്ങൾ മാത്രമല്ല, ഇതൊരു ജീവിത അന്വേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ തലം എവിടെ എത്തിയിരിക്കുന്നു അതനുസരിച്ചായിരിക്കും ഞാൻ യേശുക്രിസ്തുവിനെ അറിയുന്നത്. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിയെയും ക്രിസ്തീയതയെയും വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ്
അവരുടെ അകൽച്ചയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കിയ ഫാദർ ജിയോ തുടർന്ന് ആ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കുവാനാണ് പരിശ്രമിച്ചത്. അതോടൊപ്പം തന്നെയും ഒപ്പമുള്ളവരെയും ഒപ്പം യേശുവിനെയും വിദേശികളായി ശത്രുതയോടെ വീക്ഷിക്കുന്ന ഭാരതത്തിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ശരിയായ കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്നതിനായി ക്രിസ്തുവിൻ്റെ ജീവിതം ഭാരതീയ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ ചലച്ചിത്രകാരൻ കൂടിയായ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ ക്രിസ്തായൻ എന്ന 6.5 മണിക്കൂർ ദൈർഘ്യമുള്ള ചലച്ചിത്രം ഹിന്ദി ഭാഷയിൽ രൂപം കൊണ്ടു. ക്രിസ്തായൻ എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം ക്രിസ്തുവിൻ്റെ യാത്ര എന്നാണ്. ക്രിസ്തുവിൻ്റെ യാത്ര. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ആ യാത്ര ഒരിക്കലും അവസാനിക്കുന്ന യാത്രയല്ല. എന്നിലൂടെ, നിങ്ങളിലൂടെ, വരാനിരിക്കുന്ന തലമുറകളിലൂടെ ആ യാത്ര അന്വർത്ഥമാവുകയാണ്. പക്ഷേ ആ യാത്ര അന്വർത്ഥമാണെങ്കിൽ നമ്മൾ ഈ അർത്ഥതലങ്ങൾ പൂർണ്ണമായിട്ട് അറിയണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിതികരായിക്കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താതെ നമ്മൾ മാത്രം ശരി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് ലോകത്തിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു ക്രിസ്തീയ കുടുംബം സ്ഥാപിക്കാനുള്ള, യേശുക്രിസ്തുവിൻ്റെ കുടുംബം സ്ഥാപിക്കാൻ നമുക്ക് സാധ്യമാവുമെന്ന് സംശയമുണ്ടായിരിക്കും. ഇതൊരു തീർത്ഥാടനമാണ്. നമ്മൾ പലയിടത്തും തീർത്ഥാടനത്തിന് പോകാറുണ്ട്. അതും എന്താണ്? ഒരു അന്വേഷണം. ദൈവത്തെ അന്വേഷിക്കുന്നു. ഞാൻ എന്നെ അന്വേഷിക്കുന്നു. എനിക്ക് പൂർണ്ണനാവണം. എൻ്റെ അപൂർണതകളെല്ലാം മാറ്റി എനിക്ക് പൂർണ്ണനാവണം. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ തൃക്കരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ തീർത്ഥാടനം പോലെയാണ് ഈ ക്രിസ്തായനം എന്നുള്ള ഈ ക്രിസ്തുവിൻ്റെ യാത്ര എന്നിലൂടെയും ആ യാത്രയിൽ ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ യാത്രയിൽ നമ്മളൊരു സിനിമയോ അതിലുള്ള ടെക്നോളജി അല്ല മെയിനായിട്ട് അന്വേഷിക്കേണ്ടത്. ഈ സ്വയ അന്വേഷണമാണ് ക്രിസ്തായനത്തിൽ ഞാൻ പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ അറിയാത്ത ഏതൊരു ഭാരതീയനും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രീതിയിലാണ് ക്രിസ്തായൻ തയ്യാറാക്കപ്പെട്ടത്. സാമ്പത്തികമായും സാങ്കേതികമായും ഏറെ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും അതിനെ എല്ലാം അതിജീവിച്ച് മനോഹരമായി പൂർത്തിയാക്കാനായ ആ ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ഏറെ മറ്റ് പ്രതിസന്ധികളെ അദ്ദേഹത്തിനും സംഘത്തിനും അതിജീവിക്കേണ്ടതായുണ്ടായിരുന്നു. ഒരു പക്ഷേ വാക്കുകൾക്ക് അതീതമാണ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾ. അത് പല തലത്തിൽ നിന്ന് നമുക്കത് കാണുകയാണെങ്കിൽ, ഒന്നാമത് ഭാരതീയനായ എനിക്ക് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് പലയിടത്തും സ്വാതന്ത്ര്യത്തോടുകൂടി പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു. ഈ സിനിമ 11 സ്റ്റേറ്റുകളിൽ ആയിട്ടാണ് ചിത്രീകരിച്ചത്. 7 വർഷമെടുത്തു ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ. അപ്പോൾ ഈ കാലയളവിലൊക്കെ നമുക്ക് പലയിടത്തും ഒളിച്ചും പാത്തും പോകേണ്ടി വന്നു. കാരണം നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളായി മാറുകയാണ്. അപ്പോൾ അവിടെ തന്നെ ആ സമയത്ത് തന്നെ ഒത്തിരിയും ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. നമ്മുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ വിശ്വാസം ജീവിക്കാൻ എന്തുകൊണ്ട് നമുക്ക് അർഹതയില്ല? നമ്മുടെ നാടിൻ്റെ തന്നെ നിയമങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്കെല്ലാം ചെയ്യാനുള്ള അർഹതയും അവകാശങ്ങളുമുണ്ട്. എങ്കിലും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഷ്ടതകൾ നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ മുതൽ വൈകിട്ട് തീരുന്നതിന് വരെ എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ, ഷൂട്ടിംഗ് സംഭവിച്ചില്ലെങ്കിലും വിനകളൊന്നും ഉണ്ടാവാതെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇതുപോലെ ഒരു ഫിലിം ചെയ്യാൻ ദൈവം അർഹനാക്കിയതിലും പ്രാപ്തനാക്കിയതിലും ഇപ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഒത്തിരിയും ജനങ്ങൾ, ഒത്തിരിയും വിശ്വാസമില്ലായിരുന്നവരും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയത്തില്ലാത്തവരും പറഞ്ഞത് 100 കണക്കിന് വർഷം മുമ്പ് ഇങ്ങനെയൊരു സിനിമയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പക്ഷേ ക്രിസ്തുമതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്, ക്രിസ്ത്യാനികളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വീക്ഷണം മാറുമായിരുന്നു. കാരണം പല ബിംബങ്ങളും അവർക്ക് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ബിംബങ്ങളാണുള്ളത്. എനിക്ക് തന്നെ ഒരു ബോധ്യം പോലും ഇല്ലായിരുന്നു. ഇതുപോലെ പല രംഗങ്ങളിലുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ജൈനന്മാർ, വിശ്വാസമുള്ളവർ, വിശ്വാസമില്ലാത്തവർ, കുഞ്ഞുങ്ങൾ, ഡോക്ടർമാർ, വലിയവർ, പ്രായമുള്ളവർ, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, സയൻറ്റിസ്റ്റ്, അപ്പോൾ ഇതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ഒരു വലിയ യേശുക്രിസ്തുവിൻ്റെ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ഈ ക്രിസ്തായൻ എന്ന സിനിമയിൽ ഒരുമിച്ച് കൂടിയതും അവസാനിച്ചതും.
കാരണം ആ ബന്ധം ഇത്രയും സുദൃഢമാണെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇന്ന് വലിയ സന്തോഷമാണ്. അവിടെ നമ്മൾ വേറൊരു പേരോ ഇന്നയാൾ മോശമാണെന്നോ ഇന്നയാൾ നന്മയാണെന്നല്ല, അവിടെ വളരെ സാഹോദര്യത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അന്തരീക്ഷം തന്നെ ഈ ദൈവവചന പ്രഘോഷണത്തിന് വലിയൊരു വേദിയായി മാറി. ഞങ്ങളൊരു കുടുംബമായി മാറി. കാരണം എല്ലാവരും പരസ്പരം കാണാനായിട്ടും വീണ്ടും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമായിട്ടും ഒരുമിച്ച് കൂടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ 80% കൂടുതലും മറ്റു മതസ്ഥരായിരുന്നു. എങ്കിൽ പോലും മതങ്ങളുടെ വരമ്പുകൾ കടന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ കണ്ട അത്ഭുതം വളരെ വിഭിന്നമായിരുന്നു. അതുകൊണ്ടാണല്ലോ വേറൊരു വാക്കുകളും ഉപയോഗിക്കാതെ വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഒത്തിരി പത്രങ്ങൾ, ഹിന്ദി പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഈ അന്വേഷണത്തെ വളരെ സാർത്ഥകമായിട്ട് ചിത്രീകരിച്ചതും അതൊരു ഈ ഫിലിമിന് സപ്പോർട്ട് ചെയ്തത്. അവർ പറഞ്ഞു, ഈ ക്രിസ്ത്യാനിലൂടെ സ്വയം അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ആ യാത്ര അന്വർത്ഥമാവുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ കാണാൻ പറ്റി ഇതിലുപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസും പ്രകൃതിയുടെ രംഗങ്ങളും അതുപോലെയുള്ള ജീവിത ലാളിത്യത്തിൻ്റെ കഥകളും എല്ലാം ഒരുമിച്ച് ചേർത്തപ്പോൾ ഈ ദൈവാന്വേഷണം വളരെ മഹത്തരമാണല്ലോ എന്ന് കാണുവാൻ സാധിച്ചത്. അതിശയകരമാം വിധം ഭാരത സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവതരിപ്പിച്ച ക്രിസ്തായൻ എന്ന ചലച്ചിത്രം കാണികൾക്ക് ഏറെ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട്, സുവിശേഷത്തോട് കാഴ്ചക്കാരെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുക എന്ന ദൗത്യം ഫാദർ ജിയോ അനായാസേന പൂർത്തിയാക്കിയിരിക്കുന്നു. സുവിശേഷത്തിലെ ഓരോ വ്യക്തിത്വങ്ങളും ഈ ചിത്രത്തിലൂടെ പുനരവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കാണികളുടെ ഹൃദയത്തെ സ്വാധീനിക്കത്തക്കതായ ജീവിതഗന്ധം പേറുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഉദാഹരണമാണ്. സകല നന്മകളുടെയും വിളനിലമായ മാതാവിനെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്യന്തം ഹൃദ്യമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് പോലും എളുപ്പം ഗ്രഹിക്കുന്ന ഒരു ദൃശ്യഭാഷയും ഏവരെയും വശീകരിക്കുന്ന പ്രകൃതി ഭംഗിയും ഇതിൻ്റെ പ്രത്യേകതകളാണ്. അതീവ വശ്യമായ സംഗീതത്തിൻ്റെ പിൻബലത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രശസ്തരായ പിന്നണി ഗായകരാണ്. എല്ലാ മേഖലകളിലും വിദഗ്ധരെ തന്നെ ഉൾപ്പെടുത്തി പ്രത്യേക ദൈവിക പരിപാലനയിൽ പൂർത്തിയാക്കിയ ഈ ചിത്രത്തിൻ്റെ രചനയും ഛായാഗ്രഹണവും സംവിധാനവും ഉൾപ്പെടെ ഏറെ ജോലികൾ നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ജിയോ തന്നെയാണ്. ക്രിസ്ത്യാനി എന്ന സിനിമയിൽ നമ്മൾ പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു, അത് ചരിത്രത്തിൽ കടന്നുപോയ നസ്രായനായ യേശു അല്ല, അതിലുപരിയായിട്ട് എൻ്റെ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവാണ്. കാരണം അതിന് കാലങ്ങളോ സമയങ്ങളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ ഇതിൻ്റെ എല്ലാം പരിമിതികൾക്ക് അതീതമാണ്. എങ്കിൽ മാത്രമേ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളതും ആയി മാറുന്നുള്ളൂ. പ്രത്യേക ഒരു സമൂഹത്തിന് മാത്രമല്ല, ജനതതികൾക്ക് എല്ലാവർക്കും വേണ്ടി യൂണിവേഴ്സൽ ക്രൈസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രക്രിയ എന്നിലേക്ക് ആക്കുമ്പോൾ എനിക്കവിടെ പല അർത്ഥതലങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ ഒരു ഭാരതീയനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണേണ്ടത് ഈ ഭാരതീയ സംസ്കാരം തന്നെ അന്വേഷിക്കുമ്പോൾ ഒത്തിരിയും സംസ്കാരങ്ങളുടെ ഒരു കേളിരംഗമാണ് നമ്മുടെ ഈ സംസ്കാരം. ഇതിനകത്ത് ആര്യ സംസ്കാരമുണ്ട്, ദ്രാവിഡ സംസ്കാരമുണ്ട്, മംഗളോയിഡ് സംസ്കാരമുണ്ട്, പാശ്ചാത്യ സംസ്കാരമുണ്ട്. അപ്പോൾ പല സംസ്കാരങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന ഒരു നാടാണ്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ സംസ്കാരം അല്ലെ ക്രിസ്തീയ സംസ്കാരം, അത് നമ്മുടെ നാട്ടിലാകുമ്പോഴേക്ക് അതിൻ്റേതായിട്ടുള്ള തലങ്ങളുണ്ടാകും, അതിൻ്റേതായിട്ടുള്ള ബിംബങ്ങൾ മാറും. പക്ഷേ ഒന്നേ ഉള്ളൂ, നമുക്കറിയാം യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ. ആ യേശുക്രിസ്തുവിനെ നമ്മൾ ലോകർക്ക് കാണിച്ചു കൊടുക്കുന്ന ബിംബങ്ങൾ, കാരണം നമുക്കിപ്പോൾ ഉള്ളത് കൂടുതലും വിദേശീയമായിട്ടുള്ളതും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട പല ബിംബങ്ങളും നീലക്കണ്ണോ മഞ്ഞക്കണ്ണോ അങ്ങനെ ഉള്ളവരൊക്കെ ആയിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ആഫ്രിക്കൻ യേശുവിൻ്റെ പടം കണ്ടപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ആഫ്രിക്കൻ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരുടെ വേറൊരാൾ, ഒരു കറുത്ത മനുഷ്യൻ്റെ പടമാണ്. എന്നിട്ട് അതിനകത്ത് കർത്താവിനെ ഇങ്ങനെ കുരിശിൽ കരുതി. അപ്പോൾ ഞാൻ അവിടെയാണ് അന്വേഷണം തുടങ്ങിയത് ഒരു പക്ഷേ. കാരണം അവൻ അന്വേഷിക്കുന്ന യേശുവിനെ അവൻ്റേതായിട്ടുള്ള ത്വക്കിൻ്റെ രീതിയും അവൻ്റെ കളറും അവൻ്റെ കണ്ണും അവൻ്റെ തലമുടിയും ആ രീതിയിലുള്ള, കാരണം അന്നേപ്പോൾ അവന് വളരെ വൈകാരികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും, ആഴമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ എപ്പോഴും അതീശത്തിൻ്റെ പ്രതിബിംബമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭാരതീയനായി എനിക്ക് എൻ്റെ രീതിയിൽ എന്നെ അപ്പാന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ അപ്പന് എൻ്റെ തൊലിയുടെ കളറാണ് എപ്പോഴും നമുക്ക് അഭികാമ്യം. ഒരു കറുത്തതായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, വെളുത്തതായിട്ടും ഒരു പക്ഷേ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്കറിയാം, നമുക്ക് ഇന്നുള്ള ബിംബങ്ങളെല്ലാം പ്രതീകാത്മകമാണ്. നമ്മൾ അന്വേഷിക്കുന്ന ആൾ യേശുക്രിസ്തുവാണ്. അതിലേക്ക് നമ്മളെ നയിക്കുന്ന രൂപങ്ങളാണ്. ഇപ്പോൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന അങ്കിത് ശർമ്മ എന്ന യേശുക്രിസ്തുവിൻ്റെ റോൾ ചെയ്ത അങ്കിത് ശർമ്മയും അതും യേശുക്രിസ്തു അല്ല നമുക്കറിയാം. പക്ഷേ അദ്ദേഹം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഒരു മനുഷ്യനായിക്കൊണ്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പലർക്കും അവസാനം ഒരു വളരെ ഗദ്ഗതത്തോടുകൂടി ഒത്തിരിയും കണ്ണുനീരോടുകൂടിയാണ് സ്വീകരിക്കാൻ പറ്റുക. ഞങ്ങളിൽ ഒരുവനായ യേശുക്രിസ്തു എന്നാണ് പലരും പറഞ്ഞത്. പ്രഭു ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഘടകങ്ങളും ചിലപ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ട്യാ നമുക്കത് സ്വീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇത് പല സംസ്കാരങ്ങളും കോർത്തിണക്കി പല അർത്ഥതലങ്ങളും നമ്മൾ ഇതിനകത്ത് കോർത്തിണക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ശിഷ്യന്മാർക്ക് ദ്രാവിഡ സംസ്കാരത്തിലുള്ള കാവ്യമുണ്ടും കാവ്യമേൽമുണ്ടും, യേശുക്രിസ്തുവിന് ആര്യന്മാർ കൂടുതൽ ഉപയോഗിക്കുന്ന ജൂബയും ഒരു പൈജാമയും, ഒരു ഗുരു ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഷോളും, പിന്നെ മറ്റുള്ളവർക്ക് പല സംസ്കാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രധാരണവും വേഷവിധാനവും എല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാവരുടെയും ഒരു ടച്ച് എന്ന് പറഞ്ഞാൽ പല സംസ്കാരങ്ങളുടെയും പല ജനതകളുടെയും ഒരു ടച്ച് കൊടുക്കാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. ആരും പറയരുത് ഞങ്ങളുടെ സംസ്കാരത്തിനെ ഒഴിവാക്കിയാണ് ഭാരത സംസ്കാരം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായെങ്കിൽ പോലും മംഗളോയിഡ്സിനെ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരെയും ഇതിനകത്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഓരോ ബിംബങ്ങൾ, ഞാൻ പറഞ്ഞു ആദ്യം കാവ്യമുണ്ട്. ഇപ്പോൾ കാവ്യമുണ്ടെന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, ഇത് ഒരു പ്രത്യേക ഒരു മതത്തിൻ്റെ ഒരു വസ്ത്രവിധാനമല്ലേ. ശരിയായിട്ടല്ല. കാരണം നമ്മളതിൻ്റെ ഓരോ ബിംബങ്ങളുടെയും ആഴമായിട്ടുള്ള അർത്ഥതലങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാവി എന്നുള്ള വസ്ത്രം പരിത്യജിച്ച ഒരു പൂർണ്ണ പരിത്യക്തനായിട്ടുള്ള വ്യക്തിയുടെ സിമ്പലാണ്, അവൻ്റെ ഒരു രൂപമാണ്. കാരണം ലോകത്തെയും മറ്റുള്ള ഭൗതിക വസ്തുക്കളെല്ലാം ത്യജിച്ച ഒരു വ്യക്തിക്ക് കാവ്യ അണിയാൻ സാധിക്കുള്ളൂ. അവനെല്ലാം തിരസ്കരിച്ച്, അപ്പം പരിത്യാഗത്തിൻ്റെ ഒരു വലിയ പ്രതിബിംബമാണ് കാവ്യ എന്നുള്ളത്. അത് ഏത് മതക്കാർ ഉപയോഗിച്ചാലും അത് തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം പല ബിംബങ്ങളും നമ്മൾ സാധാരണ പള്ളികളിലും നമ്മളെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ പല ഘടകങ്ങളും നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൽവിളക്ക്, ആനയും എമ്പാരിയും, പിന്നെ പൊന്നാലക്കുട, മുത്തുക്കുടകൾ, പിന്നെ താലപ്പൊലികൾ, ചെണ്ട. പക്ഷേ പുറത്തൊരു സംസ്കാരത്തെ നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള ഈ ഘടകങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇതെങ്ങനെ ക്രിസ്തീയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും നിങ്ങൾ കൊണ്ടുവന്നു, ഇത് വിജാതീയമല്ലേ. എന്താണ് വിജാതീയം? ബൈബിൾ നമ്മൾ വായിച്ചു കേട്ട പല കഥകളും അല്ലെങ്കിൽ പല സംഭവങ്ങളും നമ്മളതിൻ്റെ ആഴത്തിൽ ഒന്നും കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒത്തിരിയും വൈകാരികമായിട്ടുള്ള ഒത്തിരിയും ബന്ധങ്ങൾ നമുക്ക് ആ കഥാപാത്രങ്ങളുമായിട്ട് പ്രാപിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മറിയവും യൗസേപ്പും ഹെറോദോസിനെ ഭയന്ന് ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞതുപോലെ ഈജിപ്തിലേക്ക് ഓടി അകലുന്ന ആ സമയത്ത് ബൈബിളിൽ 2 വാക്യങ്ങളിലൂടെ അത് തീരുകയാണ് ആ കഥ. പക്ഷേ അവർ യാത്ര ചെയ്ത ഈ 90-ൽ പരം കിലോമീറ്ററുകൾ അന്ന് കാലത്ത് ATM അതുപോലെയുള്ള നല്ല റോഡോ ഹോട്ടലുകളോ വഴിവക്കിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് കാട്ടുമൃഗങ്ങളും കാട്ടുപാതയും ഉള്ള ഈ നാട്ടിൽ അവരെങ്ങനെ ജീവിച്ചു? അവരെവിടെ പോയി ജീവിക്കും? പ്രത്യേകിച്ച് മനുഷ്യൻ സമൂഹജീവിയാണ്. വേറൊരു സമൂഹത്തിൽ പോയി എന്ത് ജോലി ചെയ്യും? ഈ കുഞ്ഞിനെയും ഈ അമ്മയും പോറ്റണം. എന്ത് ജോലി ചെയ്യും? ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ? അപ്പോൾ ശത്രുരാജ്യമായ ഒരു സ്ഥലത്ത് പോയി ജീവിക്കുക, വീണ്ടും ഒരു സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന് വളരുക, ഈ കുഞ്ഞിനെ വളർത്തുക. പ്രത്യേകിച്ച് ഈ യാത്രയിൽ എങ്ങനെ അവർ മുന്നോട്ട് പോകും? ഈ 95 കിലോമീറ്റർ നസ്രത്ത് മുതൽ ഈജിപ്റ്റ് വരെയുള്ള, കാലിൽ മുള്ളുകൊള്ളാം, ക്ഷുദ്രജീവികൾ ആക്രമിക്കാം. അപ്പോൾ ഇങ്ങനെ പലതും ഞാൻ ആഴമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി വേദന. അപ്പോഴാണ് നമുക്ക് മറിയവും യൗസേപ്പുമായിട്ട് നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു ബന്ധം വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ, മറിയവും യോസഫും ബൈബിളിലെ 2 കഥാപാത്രങ്ങൾ, അവരിതൊക്കെ അനുഭവിക്കേണ്ടവരായിരുന്നു എന്നുള്ള ഒരു ജൽപ്പനം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇവരൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നമുക്ക് വൈകാരികമായിട്ട് ഈ കഥാപാത്രങ്ങളൊരു ബന്ധം പാടില്ല.
അതല്ല. നമ്മളത് ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആ കഥാപാത്രമായി മാറുകയാണ്. കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് ഈ ദൈവപുത്രനെ, ഈ മിശിഹ എന്നുള്ള വാക്കിൽ നമ്മളെയൊക്കെ, നമ്മുടെ രക്ഷകൻ എങ്ങനെ യഥാർത്ഥമായിട്ട് രക്ഷകൻ ആയി, ഇവർ സഹിച്ച കഷ്ടപ്പാടുകൾ. വേറൊരു രംഗമാണ് കർത്താവ് തൻ്റെ പെറ്റമ്മയെയും തൻ്റെ വളർത്തുപിതാവിനെയും താൻ വളർന്നു വന്ന വീടും സാഹചര്യവും സുഹൃത്തുക്കളും അയൽവക്കക്കാരെയും എല്ലാം വിട്ട് പ്രേക്ഷിത വേലയ്ക്കായിട്ട് പോകുന്ന ഒരു രംഗം. അപ്പോൾ അതും ബൈബിളിൽ നമ്മൾ അതുപോലെ അധികം ബിംബങ്ങൾ അതിൽ ബിൽട്ടപ്പ് ചെയ്തിട്ടില്ല. എങ്ങനെ പോയി, എന്ന് വിട പറഞ്ഞു, അങ്ങനെയുള്ള ഘടകങ്ങൾ. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട് വിട്ട അവസരം എൻ്റെ മനസ്സിലേക്ക് വന്നു. എത്രയോ രാത്രികൾ, ആത്മസംഘർഷങ്ങൾ, പോണോ പോണ്ടയോ, പോയാൽ എന്താണ് പ്രശ്നങ്ങൾ, പോയില്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ, അതിലെ സുഖദുഃഖങ്ങൾ, അതിലെ വരാഴികൾ, അതിലെ കഷ്ടപ്പാടുകൾ, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർത്താവായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള വളരെ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. ആ അമ്മ മകന് വേണ്ടി കണ്ട സ്വപ്നങ്ങളെല്ലാം ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. എൻ്റെ വേദനകൾ നീ അറിയുന്നില്ല മോനെ, നിനക്ക് ചെയ്യേണ്ടതെല്ലാം എവിടെ നിന്ന് ചെയ്യാമല്ലോ. അപ്പോൾ കർത്താവ് അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ ജൂദസാണ്. ബുദ്ധിമാനെന്ന് സ്വയം തെളിയിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ജൂദാസ്. ദൈവരാജ്യം എന്നുള്ള ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സത്യത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത്, യേശുക്രിസ്തുമായിട്ടുള്ള ആ ബന്ധത്തിൽ എനിക്ക് എന്താണ് അഡ്വാൻറ്റേജ്, എനിക്കെന്താണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സ്നേഹവും സാഹോദര്യമുള്ള ഈ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യം എന്നല്ല, ഈ സ്വർഗരാജ്യത്തിൽ നീ സുഖങ്ങളും നീ അതിൽ പ്രോഫിറ്റ്, അതിൽ ലാഭനഷ്ടങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ സുഹൃത്തെ, ഒരുപക്ഷെ നിനക്ക് തെറ്റുപറ്റി, നീ ആയിരിക്കുന്ന വഴി ഒരുപക്ഷെ ശരിയായ വഴി ആയിരിക്കില്ല, നീ നിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം ഈ സംഘർഷമാണ് നമ്മൾ ഓരോരുത്തരും സംഭവിക്കുന്നത്. കാരണം യഥാർത്ഥമായിട്ട് എനിക്ക് യേശുക്രിസ്തുവിന് എന്താണ്, എൻ്റെ സുഖസൗകര്യങ്ങൾ മാത്രം നടത്തി തരുന്ന ഒരു മാന്ത്രികനോ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ മാത്രം എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ദൈവമോ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ബാക്കി സമയത്തെല്ലാം ഞാൻ മറന്നു പോകുന്നു, അങ്ങനെ ഒരു ദൈവമാണോ, അതോ എൻ്റെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാമുള്ള ഒരു സുഹൃത്താണോ എൻ്റെ ദൈവം, എൻ്റെ യേശു? അമ്മയായ മറിയം കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു നല്ല സീനുണ്ട് ഇതിൽ. അപ്പം അതിൽ അമ്മ തൻ്റെ വാത്സല്യവും മാതൃത്വ സഹജമായ എല്ലാ വികാരങ്ങളും ഈ കുഞ്ഞിനെ പാടി ഉറക്കുകയാണ്. അത് ഒരു പക്ഷേ നമ്മൾ ബൈബിളിൽ വളരെ കുറച്ച് ബിംബങ്ങളെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഒരു അമ്മയുടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ സ്നേഹവും അതിൻ്റെ സന്തോഷവും എല്ലാം പറഞ്ഞ് ആ കുഞ്ഞ് വളരുന്ന രീതിയിലുള്ള വളരുമ്പോഴുള്ള കാഴ്ചകളെല്ലാം ഇതിനകത്ത് കാണുവാൻ സാധിക്കും. പിന്നെ ഈ സംഗീതം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുകയാണ്. പാട്ടുകളെല്ലാം വളരെ സ്ലോ പേസിലുള്ളതാണ്, സ്ലോ ടെമ്പോയിലുള്ളതാണ്. കാരണം ഒരു കുഞ്ഞിനെ ഉറക്കാനായിട്ട് നമ്മൾ റോക്ക് ആൻഡ് റോളോ അതുപോലെയുള്ള പോപ്പ് മ്യൂസിക്കോ റോക്ക് മ്യൂസിക്കോ ഇന്ന് കാണുന്ന ഒത്തിരിയും വളരെ സ്പീഡ് കൂടിയ ടെമ്പോ കൂടിയ പാട്ടുകൾ ഉപയോഗിച്ചാൽ ഒരു കുഞ്ഞും ഉറങ്ങുകയില്ല. കാരണം ആ കുഞ്ഞിന് ഉറങ്ങാനായിട്ട് അമ്മയ്ക്കറിയാം, ഉറക്കാനായിട്ട് അമ്മയ്ക്കറിയാം. അതാണ് ഹൃദയതാളത്തിൽ ഏറ്റവും നല്ല നാച്ചുറൽ പ്രകൃതിദത്തമായ ആ ഒരു ടെമ്പോയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ താളം. അപ്പോൾ ആ താളത്തിലും 4 ബീറ്റ് കുറച്ചാണ് ഈ നൈന എന്നുള്ള പാട്ടും അതുപോലെ തന്നെ മറ്റു പാട്ടുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അങ്കിത് ശർമ്മ എന്ന യേശുക്രിസ്തുവിൻ്റെ കഥാപാത്രം ചെയ്ത വ്യക്തി
അദ്ദേഹം പറഞ്ഞു പലരും തന്നെ നിരുത്സാഹപ്പെടുത്താനായിട്ടും അതിൽ നിന്ന് മാറ്റുവാനായിട്ട് പരിശ്രമിച്ചു. 2.5 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പല കാടും മലകളും പുഴകളും എല്ലാം തേടി ഉള്ള ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ ഞാൻ ഒരുപക്ഷെ കുറേയും കൂടെ കാലം മുമ്പ് അറിയേണ്ടതായിരുന്നു. കാരണം എൻ്റെ ജീവിതം എത്ര മാറിയെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും അറിയാം. എൻ്റെ അമ്മയും അപ്പനും എത്ര സന്തോഷവാനാണെന്ന്. കാരണം എൻ്റെ ജീവിതം ഒത്തിരിയും ചിട്ടയുള്ളതായി, ഒത്തിരിയും ഞാനും ഒരു ആത്മീയ അന്വേഷണത്തിൻ്റെ തലത്തിലേക്ക് കടന്നു. അപ്പോൾ അതാണ് യേശുക്രിസ്തു എനിക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്, ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ട്, ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് ഇടവും വലവും അറിയുന്ന നിങ്ങളുടെയൊക്കെ ജീവിതം എത്ര സുതാര്യമായിരിക്കും, എത്ര സന്തോഷം നിറഞ്ഞതായിരിക്കും. അതൊക്കെ നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമുക്ക് മനസ്സിൽ കിടക്കട്ടെ. അതൊരു വെല്ലുവിളിയായിട്ടും ഇരിക്കട്ടെ. യേശുക്രിസ്തുവിനെ അറിഞ്ഞ, യേശുക്രിസ്തുവിൽ ജനിച്ചു വീഴുന്ന നമുക്ക് ആ അനുഭവം വളരെ ആഴമുള്ളതാവണം. അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ അംഗീകാരമാണ്. ക്രിസ്തായൻ എന്ന സുവിശേഷത്തിൻ്റെ ഭാരതീയാഖ്യാനം ദൈവനിശ്ചിതമായ ഒരു ദൗത്യമായിരുന്നു എന്നതിന് ഏറെ തെളിവുകളുണ്ട്. 7 വർഷത്തിനുമേൽ നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ നൂറുകണക്കിന് പേരിൽ അവർ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ ദൈവികമായ ഒരു ചൈതന്യവും സന്മനസ്സും സമർപ്പണ മനോഭാവവും നിറഞ്ഞിരുന്നു. സാമ്പത്തിക ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്നവരായിരുന്നു ക്രിസ്തുവേഷം ധരിച്ച അങ്കിത് ശർമ്മ മുതൽ സകലരും. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങുമെത്തിക്കുക എന്ന ദൗത്യം ഹൃദയത്തിൽ സ്വീകരിച്ച ഫാദർ ജിയോ ജോർജ് ഏറെ മുൻപ് മുതൽ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായിരുന്നു. ആ രംഗത്തെ തൻ്റെ അറിവും കഴിവും അനുഭവ പാടവവും എന്നും സുവിശേഷ വേലയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ദൃശ്യമാധ്യമ രംഗത്തെ അദ്ദേഹത്തിൻ്റെ 135ാമത്തെ സൃഷ്ടിയാണ് ക്രിസ്തായൻ. നൂതന മാധ്യമങ്ങളിലൂടെ നൽകുന്നതിനേക്കാൾ കാര്യക്ഷമമായി സുവിശേഷ സന്ദേശം ലോകത്തിലെത്തിക്കുവാൻ മറ്റൊരു രീതിയിലും സാധ്യമല്ല എന്ന തിരിച്ചറിവായിരുന്നു ഇക്കാലം അത്രയും അദ്ദേഹത്തെ നയിച്ചത്. ഒരു ചലച്ചിത്രകാരൻ എന്നതിനൊപ്പം ഒരു മികച്ച മാധ്യമ എന്ന നിലയിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലുമെല്ലാം കഴിവ് തെളിയിച്ച അദ്ദേഹം തുടർന്നുള്ള തൻ്റെ ജീവിതം എക്കാലത്തും തനിക്ക് പ്രചോദനമേകിയ ഉത്തരേന്ത്യയിലെ സാധാരണക്കാരോടൊപ്പം അവർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരിൽ ഒരാളായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഹമാരേ പ്രഭു सबके दिल में